ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. നമ്മുടെ രാധമ്മ സർവാഭരണ പൂഷിതയായി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുവാണ്. കൂടെ നമ്മുടെ പ്രിയയുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ സഹികെട്ടാണോ എന്നറിയില്ല, നമ്മുടെ വേണുവേട്ടൻ ഇങ്ങനെ മൗനമായിട്ടിരിക്കുവാണ്. അപ്പോൾ ഓഫീസിൽ പോകാനാണെന്ന് തോന്നുന്നു രാജു മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുക. രാജുവിനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് രാധമ്മ ഓടിച്ചെന്നിട്ട്, എന്താ മോനെ ഇത് എന്ത് വേഷമായത്? നീ പണ്ടത്തെ ആളൊന്നും അല്ല, ഇപ്പോൾ വലിയ ബിസിനസ് ആയിക്കോണോ. പണ്ടത്തെ പോലെ ഈ മുഷിഞ്ഞ പാൻറ്റും ഷർട്ടും ഒന്നും ഇടല്ലേ. കാരണം രാധമ്മ തന്റെ പട്ടുസാരിയിലും സ്വർണ്ണാഭരണങ്ങളിലും ഇങ്ങനെ തിളങ്ങി നിൽക്കുവാണ്. രാധമ്മയുടെ ഇപ്പോഴത്തെ മട്ടും ഭാവവും കണ്ട് ജനിച്ചപ്പോൾ മുതലേ രാധമ്മ ഇങ്ങനെ ആയിരുന്നെന്നാണ് തോന്നുന്നത്. രാജു അതിശയത്തോടെ ഇങ്ങനെ രാധമ്മയെ നോക്കിയിട്ട്, ഈ ഡ്രസ്സിന് എന്താ അമ്മേ കുഴപ്പമുണ്ട്. ഇപ്പോൾ നീ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പാടില്ല. ഇതൊക്കെ കണ്ടോണ്ട് തലയ്ക്ക് കൈയും കൊടുത്ത് നമ്മുടെ വേണുവേട്ടൻ ഇങ്ങനെ ദുഃഖിച്ചിരിപ്പുണ്ട്. അമ്മയുടെ ഈ നെകളിപ്പ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു രാജു ഇങ്ങനെ വിഷമത്തോടെ വേണുവേട്ടനെ നോക്കുക. വേണുവേട്ടൻ പെട്ടെന്ന് മുഖം തിരിച്ചങ്ങിരുന്നു. അമ്മയുടെ ഡബിൾ മടങ്ങ് പൊങ്ങച്ചക്കാരിയാണല്ലോ മോള് പ്രിയ. ഇടി മോളെ പ്രിയെ, നീ ഒന്ന് നോക്കിക്കേ, നിന്റെ ആങ്ങളെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ? അയ്യേ, ഇതെന്താടാ, ഇത് എന്തൊരു കൂതറ വേഷവാടാ. പാവം വേണുവേട്ടന്റെ മുഖം ഒന്ന് കാണണം. എന്താ അമ്മ ഇത്? ഇവൻ ഇപ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണോ ഇടുന്നത്? നീ ഇപ്പോഴും ആ വർമ്മയുടെ ഉടഞ്ചാവാന്നും പറഞ്ഞാണോ നടപ്പ്? എടാ, നീ ഇപ്പൊ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരാളാ. അതേടി പ്രിയെ, നീ പറഞ്ഞിട്ട് വേണം രാജുവിന് അതറിയാൻ. നീ ഇത്തരം കോട്ടുകളൊന്നും ഇടാൻ പാടില്ലടാ. രാധമ്മ വീണ്ടും തുടങ്ങി. കുറച്ചുകൂടി നല്ല വില കൂടിയ കോട്ടാ നീ ഇടേണ്ടത്. ഇടി മോളെ പ്രിയെ, അമ്മ എടുത്തു വെച്ച ആ ഡ്രസ്സൊക്കെ എവിടെ? ഞാൻ തന്നെ അവിടെ വെച്ചിട്ടുണ്ടമ്മേ. നീ നോക്ക് നിൽക്കാതെ പോയി എടുത്തിട്ട് വാടി ഇങ്ങോട്ട്. വേണുവേട്ടന് കരയണോ ഓടണോ ചാടണോ എന്നൊന്നും അറിയില്ല. ഞാൻ ഈ നാട്ടുകാരനേ അല്ല എന്നുള്ള ഭാവത്തിലാണ് വേണുവേട്ടൻ ഇരിക്കുന്നത്. രാജു ചോദിക്കുക, ഇതൊക്കെ എന്തിനാ അമ്മ ഇപ്പോൾ? എന്തിനാ എന്നെ കൊണ്ട് വേറെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇടിയിക്കുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ട് മോനെ. വളരെ നല്ല ഡ്രസ്സുകൾ ഇട്ട് വേണം നടക്കാൻ. താണ്ട പ്രിയെ വലിയൊരു പെട്ടിയും താങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. വേണുവേട്ടൻ സങ്കടത്തോടെ മനസ്സിൽ പറയാ, ആവശ്യം ഇപ്പം നിന്റെ അമ്മയ്ക്കാടാ. നിന്നെ കൊണ്ട് പുതിയ ഒരു കല്യാണം കഴിപ്പിക്കണം ഇപ്പോൾ. ആ സമയത്ത് താണ്ട രാജുവിൻ്റെ സെക്രട്ടറി നമ്മുടെ സ്വാമി അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ്, സാറേ ബാഗിങ് തന്നേ, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ, ടൈമായി സാറേ എന്നിങ്ങനെ പറയുവാണ്. ഉടനെ രാധമ്മ, എടാ നിൽക്കവിടെ, നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല. അമ്മ എന്താ ഈ പറയുന്നേ? ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലെന്നോ? അതേടാ, എനിക്ക് ഒരുപാട് വർക്കുണ്ട് ഇന്നവിടെ. ആ വർക്കൊക്കെ തൽക്കാലം അവിടെ കിടക്കട്ടെ. എടാ മോനെ, നിന്നെ കാണാനേ കേന്ദ്രമന്ത്രി സാർ കൃഷ്ണസ്വാമിയും കുടുംബവും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. കൃഷ്ണരാജ് സാറോ? അതെന്തിനാ അമ്മേ? രാജു ഇങ്ങനെ അമ്പരപ്പോടെ ചോദിക്കുക. പെട്ടെന്ന് രാധമ്മ എന്തോ ഒളിക്കുന്ന പോലെയും പ്രിയ പറയാം, അതെന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മുടെ വേണുവേട്ടനാണെ പാപം മുഖം തിരിഞ്ഞ് വീണ്ടും ഇരുന്നു. എൻ്റെ ജയേട്ടൻ ഒരു അലവലാതി മന്ത്രിയുടെ PA ആയിരുന്നോണ്ടായിരിക്കാം. എനിക്കാണെങ്കിൽ ഈ മന്ത്രിമാരെന്ന് വെച്ചാൽ വലിയ ജീവനാ. എന്നാൽ ആ പഴഞ്ചൻ ജയനെയും കളഞ്ഞിട്ടൊരു മന്ത്രിയെ പോയെങ്കിൽ കെട്ടടി. അമ്മയുടെയും മോടെയും പൊങ്ങച്ചം കണ്ടിട്ട് രാജു ചോദിക്കുക, അല്ല ഈ മന്ത്രി എന്തിനാ ഇവിടെ വരുന്നത്? അതാ എനിക്ക് അറിയേണ്ടത്. ഓ അമ്മ, ഇനി ഇത് അവനോടങ്ങ് പറയമ്മേ. ഒരു ഉളുപ്പുമില്ലാതെ രാധമ്മ പറയുക, കേന്ദ്രമന്ത്രിയുടെ മകളുമായിട്ട് നിനക്കൊരു വിവാഹാലോചന. മോനെ, ഇങ്ങോട്ട് വന്ന ആലോചന. രാജുവിന് ദേഷ്യം വന്നിട്ട് പോയ. അതിനെ എന്റെ വിവാഹം കഴിഞ്ഞതല്ലേ? രാധമ്മയുടെ മട്ടും ഭാവവും അങ്ങ് മാറി. ഏത് വിവാഹം? അതൊരു വിവാഹം അല്ലായിരുന്നു. നിന്നെ ആ പെണ്ണ് വളച്ചൊടിച്ച് ഓടിച്ചിട്ട് താലി കെട്ടിച്ചു. പ്രതാപന്റെ മുറ്റത്ത് പോലും കയറാൻ യോഗ്യതയില്ലാത്ത രാധമ്മയുടെ വർത്തമാനം കേട്ടോ. എടാ, അതിന്റെ ദുരിതങ്ങൾ മുഴുവൻ നിന്നോടൊപ്പം ചേർന്ന് ഞങ്ങളും അനുഭവിച്ചു. അമ്മയ്ക്ക് ഒത്താശ പറഞ്ഞുകൊണ്ട് പ്രിയ പറയുക, ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചിലരെയൊക്കെ അങ്ങ് കൊല്ലാനാ തോന്നുന്നേ. എന്നാ പോയങ്ങ് കൊല്ലടി. രാജു ഒരൽപ്പം തൻ്റെ ഇടത്തോടുകൂടി പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെതായ ചില തീരുമാനങ്ങളുണ്ട്. എടാ വേണ്ട, നിന്റെ മറ്റു കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ലല്ലോ. പക്ഷേ നിന്റെ കല്യാണക്കാര്യം അത് ഞങ്ങൾ പറഞ്ഞതേ നീ കേട്ടേ പറ്റൂ. രാധമ്മയെന്ന അഹങ്കാരിയുടെ സ്ട്രിക്റ്റ് ഓർഡറാണ്. രാജു സങ്കടത്തോടെ അച്ഛാ എന്നിങ്ങനെ വേണുവേട്ടനെ വിളിക്കുന്നുണ്ട്. തൻ്റെ വാക്കിന് ഒരു വിലയില്ലെന്ന് വേണുവേട്ടൻ അറിയാം. എങ്കിലും എടി, അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടേര്. ആഹാ, ഇനി അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിടുന്ന കാര്യമില്ല. അവൻ്റെ മനസ്സിൽ ചില മോഹങ്ങളൊക്കെ ഉണ്ട്, അതിന് നടക്കില്ല. ആര്? പ്രിയയുടെ കണക്കുള്ള ക്ലാസ്സാണ്. നാണം കെട്ടതും അനുഭവിച്ചതും കൂടുതലും തന്നെ ഇവൻ തന്നെയാ. മകന്റെ വേദനയും സങ്കടവും കാണുമ്പോൾ മനസ്സ് തകരുന്നതേ പെറ്റതള്ളമാർക്കാ. എന്ന് വെച്ചാൽ വേണുവേട്ടന്റെ ചങ്ക് തകരില്ല. വേണുവേട്ടൻ ഇതിനൊന്നും ഇടപെടുകയും വേണ്ട. ആ ഋതികയെന്നുള്ള പെണ്ണുമായിട്ടുള്ള നിന്റെ ബന്ധം അടഞ്ഞ അധ്യായവ.
അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ഇനി അക്കാര്യത്തെക്കുറിച്ച് നീ ആലോചിക്കാനേ പാടില്ല. കൈയും ചൂണ്ടി ദേഷ്യത്തിലാണ് പറയുന്നത്. പെട്ടെന്ന് നമ്മുടെ വേണുവേട്ടൻ അയ്യോ ഞാനിതൊന്നും കേട്ടില്ലേ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ദാണ്ടേ, ഇനി അതുമല്ല നിങ്ങൾ അച്ഛനും മകനും കൂടി ആ വഴിക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളങ്ങ് ചിന്തിച്ചോ. ഞാൻ ഈ വീട്ടിൽ നിന്നിറങ്ങി വല്ല വഴിക്കും അങ്ങ് പോവും. എന്നാൽ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യരാതമ്മേ. ഞാൻ പറഞ്ഞത് ഉറപ്പാ. ആ കേന്ദ്രമന്ത്രിയും കുടുംബവും ഇന്ന് ഇങ്ങോട്ട് വരും. ഞാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് നാണം കെടുന്നത് ഞാനായിരിക്കും. ഉടനെ അയ്യാമ്പാറ്റ പ്രിയ പറയാം, അമ്മേ അവൻ സമ്മതിക്കുമോ അമ്മേ? നമ്മൾ ആരെങ്കിലും നാണം കെടാൻ ഇവൻ സമ്മതിക്കുമോ? എൻ്റെ ദൈവമേ, ഇങ്ങനെയും നട്ടല്ലില്ലാത്ത ആണുങ്ങൾ ഭൂമിയിലുണ്ടോ? എൻ്റെ വേണുവേട്ടാ, നിങ്ങൾക്ക് എഴുന്നേറ്റൊന്ന് പ്രതികരിച്ചുകൂടെ? രാജു, ഇതൊന്നും പറ്റില്ലെന്ന് നിനക്കെങ്കിലും പറഞ്ഞുകൂടെ? അമ്മേ, പ്രത്യേകിച്ചും അമ്മേ രാജു നാണം കെടുത്തത്തില്ലമ്മേ. ഉടനെ ആ പൊട്ടൻ രാജു പറയാം, അമ്മേ വേണമെങ്കിൽ ഞാൻ ഓഫീസിൽ പോകാതിരിക്കാം. എന്നാൽ പല അക്കൗണ്ട്സിലും ഞാൻ മുഖ്യമായിട്ടോ സൈൻ ചെയ്യേണ്ടതാ. അയ്യോ അതിനാണോ പ്രയാസം? എടോ സ്വാമി, ആ ഓഫീസിൽ പോയി ആ ഫയലൊക്കെ എടുത്തോണ്ട് വന്ന് രാജുവിന് കൊടുക്ക്. അവിടെ നടന്ന പുകയിലെല്ലാം കണ്ട് ശ്വാസം വിടാതെ നിൽക്കുമായിരുന്നു നമ്മുടെ സ്വാമി. ശരി സാറേ, എന്നാൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞ് സ്വാമി അങ്ങ് പോയി. രാജു ഈ തള്ളയുടെ അഹങ്കാരത്തിന് അങ്ങ് വഴങ്ങിക്കൊടുക്കുവാണെന്ന് തോന്നുന്നു. രാജു മനസ്സിൽ പറയാം, എൻ്റെ ദൈവമേ, ഇന്ന് ഋതുവിനെ കാണാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്യുന്നത്? നട്ടലില്ലാത്തവനെ, നിനക്ക് നാണമില്ലേ ഇങ്ങനെ ചിന്തിക്കാൻ? ധൈര്യത്തോടെ ഇറങ്ങി പോകാൻ വയ്യ. എൻ്റെ ഋതുവിനെ കാണാൻ ഇനി എന്ത് ചെയ്യുമെന്ന്. മകനെ എങ്ങനെ വരുതിക്ക് കൊണ്ടുവന്നു എന്നുള്ള സന്തോഷത്തിൽ ആ അമ്മയും മകളും കണ്ണിൽ കണ്ണി നോക്കി ഇങ്ങനെ ചിരിക്കുക. രാധമ്മ മകളെ കണ്ണു കാണിക്കുന്നുണ്ട്. കണ്ടോടി എൻ്റെ പ്ലാൻ സക്സസ് ആയെന്ന് പല്ലവി ഋതിയോട് പറയാം. അങ്ങനെ ഒരു പൊട്ടിത്തെറി നടന്നു എന്ന് കരുതി നീ പേടിക്കേണ്ട ഋതിയെ. ഒരു പക്ഷെ നല്ലതിനാണെങ്കിലോ? എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച് നോക്കുവാണെങ്കിൽ രാജീവ് സാറിന് നിന്നോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നിന്നെ ഇവിടെ ജോലിക്കെടുക്കില്ലായിരുന്നു. അത് പല്ലവി, എന്നെ ജോലിക്കെടുത്തത് പക വീട്ടാനാണെന്നാ പറഞ്ഞത്. നിനക്കതൊക്കെ വെറുതെ തോന്നുന്ന ഋതിയെ. നിന്റെ ഭർത്താവിൻ്റെ മനസ്സിനെ കുറിച്ച് നിനക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? രാജു ശുദ്ധനും നല്ലവനുമായിരുന്നു, എന്നെ ജീവനുമായിരുന്നു പല്ലവി. ആ നന്ദന വന്ന എൻ്റെ മനസ്സിങ്ങനെ കുളവാക്കിയത് കണക്കായിപ്പോയി. നിനക്ക് രാജുവിനെ നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. ഇതിനു മുമ്പ് ഒരബദ്ധം നിനക്ക് പറ്റിയതായിരുന്നല്ലോ. കൊച്ചമണി ഒരു കള്ള നാടകമൊക്കെ അഭിനയിച്ചത്. അതെല്ലാം പൊട്ടിപ്പാളീസായപ്പോൾ നീ രാജുവിനോട് മാപ്പും പറഞ്ഞതല്ലേ, രാജുവിനെ തെറ്റിദ്ധരിച്ചതിൽ. അങ്ങനെയുള്ള രാജുവിനെ എന്തിനാ നീ തെറ്റിദ്ധരിക്കാൻ പോയത്? നിന്റെ അമ്മ പോലും പറഞ്ഞ്, യാമിനി പറഞ്ഞ് രാജു നല്ലവനാ, അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യില്ലെന്ന്. അത് വല്ലതും നീ വിശ്വസിച്ചോ? അതിൻ്റെ ആ ഒരൊറ്റ അഹങ്കാരമല്ലേ ഇതിനെല്ലാം തുടക്കം. ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിന്നപ്പോഴാണ് അന്ന് എനിക്ക് രാജുവിനോട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. എടി ഋതിക, ഞാൻ പറയുന്നേ ഒന്ന് കേക്ക്. നീ എങ്ങനെയെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി അന്ന് നടന്നതിൻ്റെ സത്യാവസ്ഥയൊക്കെ നീ രാജു സാറിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം പോസിറ്റീവായിട്ട് വരും ഋതിയെ. നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തിരുന്ന കമ്പനി സാറ് വിലയ്ക്ക് വാങ്ങിയതും നിനക്ക് പിന്നെ ഇവിടെ ജോലിക്ക് വരാനും ഒക്കെ പറ്റുമായിരുന്നു. അപ്പോൾ സ്വാമി അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു സ്റ്റാഫ് ചോദിക്കുന്നു, അല്ല സ്വാമി സാറിന് ഇന്നൊരു വല്ലാത്ത ജാടയാണല്ലോ. എൻ്റെ കുട്ടി ജാടയൊന്നുമല്ല, വല്ലാത്ത തലവേദനയാണ്. ഇന്നാണെങ്കിൽ ആ റോഷ്നി മേഡവും ഇല്ല. അതിനെന്താ, MD വരുമല്ലോ രാജു സാറ്. MDയും ഇന്ന് ലീവിലാണ്. ഇന്നിവിടെ നടക്കുന്നതൊക്കെ ദൈവമേ എൻ്റെ തലമണ്ടയ്ക്കാണല്ലോ. ഇതൊക്കെ ഋതികയും പല്ലവിയും കേൾക്കുന്നുണ്ടായിരുന്നു. ഋതിക, നീ ടെൻഷൻ അടിക്കണ്ട, ഇന്ന് സാറ് വന്നില്ലെങ്കിലും നാളെ വരുമല്ലോ. രാജു മുറിയിൽ വന്നിരുന്നുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, ഈ അമ്മ ഇത്ര കടുത്ത തീരുമാനങ്ങളെടുത്താൽ എന്തു ചെയ്യും? അമ്മയുടെ വാക്കുകളെ എനിക്ക് ധിക്കരിക്കാനും പറ്റില്ല. വേണ്ടടാ, നീ പോയി കെട്ടിക്കോ. പണം സമ്പാദിച്ചിട്ട് മനസ്സിനൊരു സ്വസ്ഥതയില്ലല്ലോ എൻ്റെ ദൈവമേ. എൻ്റെ കൊച്ചയെ അക്കൗണ്ട് ഫയലൊക്കെ ഒന്ന് എളുപ്പം ക്ലിയർ ആക്കിത്താ. MD വരാത്തതുകൊണ്ട് ഇതൊക്കെ സാറിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ടതാ. നമ്മുടെ സ്വാമി ആകെ ടെൻഷനിലാണ്. ഋതിക മനസ്സിൽ പറയുക, അങ്ങനെയാണെങ്കിൽ എനിക്ക് തുറന്നു പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ലെറ്ററായിട്ട് എഴുതി ആ ഫയലിനകത്ത് വെച്ച് കൊടുത്തുവിടാം. ഋതിക അങ്ങനെ കത്തെഴുതുക. എൻ്റെ പ്രിയപ്പെട്ട രാജുവിന്, രാജു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ അന്നത്തെ സിറ്റുവേഷനിൽ രാജുവിനോട് എന്തൊക്കെയോ പറഞ്ഞുപോയി. അതൊക്കെ ആ നന്ദനെ എന്നോട് ഓരോന്ന് പറഞ്ഞും കാണിച്ചും ഭ്രാന്ത് പിടിപ്പിച്ചതുകൊണ്ടാ. പിന്നീട് രാജു പോയതിന് ശേഷം അവൾ തന്നെ എന്നോട് വന്ന് പറഞ്ഞു അവൾ പറഞ്ഞതൊക്കെ നുണയായിരുന്നെന്ന്. പിന്നെ അച്ഛനെയാണോ വേണ്ടത് രാജുവിനെയാണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ മതിയെന്ന് ഞാൻ പറഞ്ഞത് രാജുവിനോട് വെറുപ്പുണ്ടായിട്ടല്ലെന്ന് രാജുവിന് തന്നെ അറിയാം. എൻ്റെ അച്ഛൻ ആ അമ്പിയോടൊപ്പം ഇറങ്ങിപ്പോയാൽ ആ അമ്പിയെ എൻ്റെ അച്ഛനെ കൊല്ലും. അതുകൊണ്ട് മാത്രമാണ് രാജുവിന് അറിയാമല്ലോ എനിക്ക് രാജുവിനുള്ള സ്നേഹം എത്രത്തോളമാണെന്ന്. ഞാൻ രാജുവിനെ ഓർത്ത് തന്നെയാണ് ജീവിക്കുന്നത്. രാജു എന്നെ മറക്കരുത് എന്ന് സ്വന്തം ഋതു. ഈ സമയം രാജു വാൽക്കണിയിൽ ഇങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. ഏട്ടൻ ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. എൻ്റെ മോൻ്റെ മനസ്സ് ഉരുകുവാണ്. എൻ്റെ മോൻ്റെ മനസ്സ് എനിക്കേ അറിയൂ.
എടാ മോനെ, നീ ഒറ്റയ്ക്കൊന്ന് വിഷമിക്കുവാണോ? എൻ്റെ മോൻ വിഷമിക്കണ്ട. അമ്മയ്ക്കൊരു മകനോടുള്ള ഉത്കണ്ഠയും ഉത്തരവാദിത്വവും അവൾ പറഞ്ഞെന്നല്ലേ ഉള്ളു. കാരണം അവൾ അമ്മയാണ്, അവൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ മോനെ. അച്ഛാ, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ഇനിയും കല്യാണം കഴിക്കണമെന്നൊക്കെ വെച്ചാൽ അതാ മോനെ ഞാൻ പറഞ്ഞത്. അമ്മയുടെ അഭിപ്രായം പറഞ്ഞു. ഇനി തീരുമാനം എടുക്കേണ്ടത് നീയല്ലേടാ. നീ വിഷമിക്കാതെ, ഏത് പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. നമുക്ക് സാവധാനത്തിൽ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അച്ഛൻ അറിഞ്ഞില്ലല്ലോ, ഋതു എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നു. അത് കേട്ടപ്പോൾ വേണുവേട്ടൻ്റെ മുഖത്തെ ഒരു സന്തോഷം. എന്നിട്ട് അന്ന് നടന്ന സംഭവമൊക്കെ രാജു വേണുവേട്ടനോട് പറയുക. കണ്ടോ മോനെ, ദൈവം നിങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളല്ലേ ഇനി ശ്രമിക്കേണ്ടത്. അച്ഛാ, എനിക്ക് ഋതുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു പേടിയാ. അവൾ ഇപ്പോഴും എന്നെ വെറുക്കുന്നുണ്ടോ എന്തുവാടാ മോനെ നീ പറയുന്നത്? നീ ഇങ്ങനെയാണോ ആ കൊച്ചിനെ കരുതിയിരിക്കുന്നത്? അച്ഛാ, അത് അന്നുണ്ടായ സംഭവമൊക്കെ വെച്ച് ഓർക്കുമ്പോൾ എടാ രാജു, അന്നുണ്ടായ സംഭവത്തിൽ മോള് പൂർണ്ണമായും തെറ്റുകാരിയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? കൊച്ചു തെറ്റുകൾക്ക് സാഹചര്യമാണ് ഉത്തരവാദി. അന്നത്തെ സാഹചര്യം വെച്ച് ആ കൊച്ചിന്റെ മനസ്സിന്റെ കൺട്രോൾ തെറ്റിപ്പോയപ്പോൾ അതിന്റെ നാവ് പിഴച്ചു പോയതാ. അല്ലച്ചാ, എന്നെ വേണ്ടാന്ന് പറഞ്ഞു. എടാ, നിന്നെ വേണ്ടാന്ന് ആ കൊച്ചു പറഞ്ഞോ? ആ അംബിക കളിച്ച നാടകമല്ലേ അത്? അതിൽ ആ കൊച്ചിനെ പെടുത്തിയതല്ലേ? അച്ഛനെ വേണോ ഭർത്താവിനെ വേണോ എന്നുള്ള ചോദ്യത്തിന്റെ മുന്നിൽ ആ കുട്ടി എന്തു പറയുവടാ? ജീവന്റെ ജീവനായ ഭർത്താവ് എനിക്ക് മാത്രമുള്ളതാ. അദ്ദേഹം എന്നോട് പിണങ്ങില്ല. എന്നാൽ ഈ അന്തരീക്ഷം തണുപ്പിക്കുകയും വേണം. അങ്ങനെ വല്ലാത്ത ഒരു സിറ്റുവേഷനിൽ പറ്റിപ്പോയതാ കൊച്ചിന് ഈ ഒരു അബദ്ധം. അല്ലാതെ അവൾക്ക് നിന്നോട് വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല. ദീപക്കിന്റെ പെണ്ണും അംബികയും വർമ്മസാറും കൂടിയാ അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. എല്ലാം കൂടി കണ്ടപ്പോഴേ ആ കൊച്ചിന്റെ സമനില തെറ്റിപ്പോയതാടാ. നിന്റെ കമ്പനിയിൽ അവള് ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെയാടാ. നീ അതിനെ അകറ്റി നിർത്താനോ വെറുക്കാനോ പാടില്ല. പിന്നെ ഒരു കാര്യം, വർമ്മ സാറിന്റെ നാശത്തിന് കാരണം സാറ് തന്നെയാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അയാളുടെ പെങ്ങളായ അംബികയോടുള്ള അമിതമായ വിനയത്വം. വർമ്മ സാർ 1000 നന്മകൾ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ആ നന്മകളെയൊക്കെ തകർത്ത് കളയുന്ന അതിക്രൂരതമായ ഒരു തെറ്റ് ചെയ്തു. സകലവിധ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് അങ്ങേരോടൊപ്പം ഇറങ്ങിപ്പോന്ന ഒരു പെണ്ണിനെ ഒരു പൊട്ടപ്പാത്രം എറിഞ്ഞു കളയുന്ന പോലെ എറിഞ്ഞു കളഞ്ഞു. രക്തത്തിൽ പിറന്ന മകളെ അനാഥ കുഞ്ഞിനെ പോലെ വളർത്തി. അങ്ങനെ ആ 1000 നന്മകൾ മാഞ്ഞുപോയി. അയാൾ ചെയ്ത ആ ഭീകര തെറ്റിന് ദൈവം ഒരു പിടിപിടിച്ചു. അപമാനിതയായ ഒരു പെണ്ണിന്റെ പ്രാക്കാണ് കുരുക്ഷേത്രത്തിൽ കണ്ടത്. 100 മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ശാപമാണ് ദ്വാരകയിൽ കണ്ടത്. പത്മാവതി മേഡത്തിന്റെ ശാപവാ വർമ്മസാർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഒന്നേ പറയാനുള്ളൂ, എന്റെ മോൻ ആ കൊച്ചിന്റെ ശാപം പിടിച്ചു വാങ്ങരുത്. നീ എങ്ങനെ ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ആ കുട്ടിയും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ നല്ല മനസ്സിന്റെ ഉടമയായ വേണുവേട്ടൻ മകന് പറഞ്ഞു കൊടുത്തതൊക്കെ കണ്ടോ? എത്ര നല്ല കാര്യങ്ങളാണ്. പക്ഷെ ആ രാധമ്മയോ? പണത്തിന്റെ പുറത്ത് പരുന്തും പറക്കുമെന്ന് പറയും. പക്ഷേ രാധമ്മ പറഞ്ഞു, നമ്മുടെ വേണുവേട്ടൻ ഇന്നും അങ്ങനെ തന്നെയാണ്. വല്ലാത്ത ഒരു കൺഫ്യൂഷനിൽ ഏങ്ങി കരഞ്ഞുകൊണ്ടിരുന്ന രാജുവിന്റെ മനസ്സിന് വല്ലാത്ത ഒരു ആശ്വാസം. രാധമ്മയും മോളും അവിടുത്തെ സെർവൻസിനെ വിളിച്ച് ക്ലാസ് എടുക്കുക. എല്ലാം വൃത്തിയും വെടിപ്പോടെ വേണം ചെയ്യേണ്ടത്. കേന്ദ്രമന്ത്രിയാ ഇങ്ങോട്ട് വരുന്നത്. ഒരു തലനാരിഴ പോലും ഭക്ഷണത്തിലെങ്ങും പറന്നു വീഴാൻ പാടില്ല. മന്ത്രി മാത്രമാണോ മേഡം വരുന്നത്? അത് കേന്ദ്രമന്ത്രിയല്ലേ. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം, ഭാര്യയും മക്കളും പോലീസും ഒക്കെ കണ്ടേക്കും. എന്തായാലും വരുന്നവർക്കൊക്കെ നല്ല ഫുഡ് കൊടുക്കണം. മേഡം വെജിറ്റേറിയൻ മതി. അയ്യേ, വെജിറ്റേറിയനോ? നോൺ വെജ് തന്നെ വേണം. ഡൽഹിയിൽ നിന്ന് വരുന്നവരാ. ഫുഡ് തട്ടുന്നതിൽ ഒരു ദാക്ഷിണ്യം കാണിക്കില്ല. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഷെഫ് ഉണ്ടല്ലോ, അയാൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ ഓരോന്ന് ചെയ്തു കൊടുത്താൽ മതി. രാധമ്മയ്ക്ക് ഷെഫ് വരെ ആയി. ഷെഫിന്റെ സെർവൻസിനെയും കൊണ്ടുവരും. എന്നാലും നിങ്ങൾ ഞങ്ങളുടെ സെർവൻസ് അല്ലേ, എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് ചേർന്നാ മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തറയെല്ലാം തൂത്ത് നല്ല വെടിപ്പായിരിക്കണം. ഒരു ശകലം പോലും പൊടിയോ മാറാലോ കണ്ടുപോകരുത്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. രുക്മിണിയുടെ വാടക വീട്ടിൽ കഴിഞ്ഞ രാധമ്മയുടെ ഒരു വർത്തമാനം. എൻ്റെ ദൈവമേ, നാണവും മാനവും കെട്ട ഇങ്ങനെ ഒരു ജന്മം ഭൂമിയിലുണ്ടോ? ആ അംബിക തണ്ട് ഒളിഞ്ഞും മറിഞ്ഞും അങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ രാധമ്മയെ കുറച്ച് തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ എടുത്ത് അവിടെ മുഖത്തോട്ടം ഒഴുക്കി. എന്തായാലും ഇവിടെ എന്തോ ഒരു വിശേഷമുണ്ട്. ഒന്നും അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ലല്ലോ പറയുന്നത്. ആ നിൽക്കുന്ന ഷെഫല്ലേ, എന്തോ വിശേഷമുണ്ട്. അംബിക പതുക്കെ ഷെഫിന്റെ അടുത്തോട്ട് പോവുക. പാത്തും പതുങ്ങി അവന്റെ അടുത്തോട്ട്, ഷെഫേ, ഷെരീഫേ. ഞാൻ ഷെരീഫൊന്നും അല്ല, അർജുനൻ. മനസ്സിൽ പറ, നീ അർജുനനോ ഭീമനോ ആരെങ്കിലും ആയിക്കോട്ടെടാ. എനിക്കൊരു കാര്യം അറിയണം. ഈ വീട്ടിൽ എന്താ ഫംഗ്ഷൻ എന്താന്നറിയില്ല. എന്തോ വലിയൊരു ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു. എന്നോട് വരാൻ പറഞ്ഞു, ഞാൻ വന്നു. ഷെഫേ, എനിക്കൂടെ എന്തെങ്കിലും ഒരു ജോലി തരാവോ? എനിക്ക് സഹായത്തിന് ഒരാളെ വേണം. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് കൂലി ജോലി ചെയ്യുന്ന ആളായിട്ട് തോന്നുന്നില്ലല്ലോ. ഒന്ന് പോടാ അവിടുന്ന്, കൂലി ജോലിക്കാരി. എടാ, കൂലി ജോലിക്കാരി ഒന്നും അല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലേ ജോലി ചെയ്തല്ല പറ്റൂ. അംബിക മനസ്സിൽ പറയുക. എന്തായാലും നിങ്ങൾ വാ, ഇവിടുത്തെ കൊച്ചമ്മയോടൊന്ന് പറഞ്ഞു നോക്കാം.
ഓ, നമ്മുടെ രാധമ്മയുടെ ഒരു ഇരിപ്പ്! സോഫയിൽ തട്ട അതിഗംഭീരമായ ഒരു പട്ടുസാരിയും നല്ല കമ്മലും മാലയൊക്കെ ഇട്ട് കാലുമേ കാലും കയറ്റി വെച്ച് മൊബൈൽ ഞോണ്ടിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ രാധമ്മ. മേഡം, ഇവിടെ ജോലിക്കാരെ വേണമെന്ന് പറഞ്ഞല്ലോ, വേണ്ടേ ഇവർക്കൂടെ ഒരു ജോലി കൊടുക്കാവോ? അംബിക തലയിൽ തൊപ്പിയും മാസ്കും ഒക്കെ വെച്ചിരിക്കുക. രാധമ്മ ഒന്ന് സൂക്ഷിച്ചു നോക്കി. രാധമ്മയ്ക്ക് മനസ്സിലായി ഇത് അംബികയാണെന്ന്. പെട്ടെന്ന് രാധമ്മ ചോദിക്കുന്നത്, ഇവരെന്തിനാ മാസ്ക് വെച്ചിരിക്കുന്നേ? അംബിക പറയുക, എനിക്ക് അലർജി ഉണ്ട്. ഇവിടെ ഇന്നത്തേക്ക് ജോലിക്കാരെ വേണം. നീ നന്നായിട്ട് ജോലി ചെയ്താൽ സ്ഥിരമായിട്ട് നിനക്ക് ഞാനിവിടെ ജോലി തരാം എന്നിങ്ങനെ അർത്ഥം വെച്ചുള്ള വർത്തമാനമാണ് നമ്മുടെ രാധമ്മ. എന്നാ നീ അകത്തോട്ട് ചെല്ല്. അംബിക അങ്ങനെ ഷെഫിനോടെ പോകുമ്പോൾ രാധമ്മ പറയാ, നിനക്ക് ഞാൻ നല്ല പണി തരാവടി. നമ്മുടെ ഋതിയെ അങ്ങനെ എഴുതിയ ലെറ്ററും ഒക്കെ ആയിട്ട് ആ ഫയലിനകത്ത് വെച്ച് സ്വാമിയുടെ കയ്യിൽ കൊടുക്കാൻ പോവാണ്. സ്വാമി ആ ഫയലും കൊണ്ട് പോയപ്പോൾ ഋതിക ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. അപ്പോഴവിടുന്ന് സ്റ്റാഫ് ഇങ്ങോട്ട് വന്നിട്ട് പറയാം, ഓ, ഈ പെണ്ണ് കാണുന്നതിനിടയ്ക്ക് ഈ ഫയലൊക്കെ ഇന്ന് നോക്കാൻ പറ്റുമോ? ആരുടെ പെണ്ണ് കാണലിൻ്റെ കാര്യമോ? അതറിയില്ലേ, നമ്മുടെ MD അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണ് കാണലിൻ്റെ തിരക്കാ. അദ്ദേഹത്തിൻ്റെ കല്യാണം സെക്കൻഡ് മാരേജ് ആണെന്നാണ് ഇവിടേക്കുള്ളവർ പറയുന്നത്. നേരത്തെ ഒരുത്തിയെ കല്യാണം കഴിച്ചത്, അവളാണെങ്കിൽ ഇദ്ദേഹത്തെ തേച്ചിട്ടും പോയി. ഋതിക ആരാണെന്ന് ആ കുട്ടിക്ക് അറിയില്ലല്ലോ. ഋതിക സങ്കടത്തോടെ, എൻ്റെ ദൈവമേ, വെറുതെ അല്ല രാജു എന്നോട് ദേഷ്യപ്പെട്ടത്. ഇവള് നമ്മളോട് ചെയ്തതിനൊക്കെ എനിക്ക് ഇവളോട് ഇവിടെ വെച്ച് പകരം വീട്ടണമമ്മേ എന്ന് രാജു പറഞ്ഞതൊക്കെ ഋതിക ഓർക്കുക. അയ്യോ, അങ്ങനെയാണെങ്കിൽ രാജു ആ ലെറ്റർ വീട്ടിൽ കാണിക്കും. എൻ്റെ ജോലിയും പോവും, എൻ്റെ മാനവും പോവും. ഋതിക ഇങ്ങനെ വിഷമത്തോടാകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഋതിക ഇനി ഓടിപ്പോയി ആ സ്വാമിയുടെ കയ്യിൽ നിന്ന് ആ ഫയലിൽ നിന്ന് ലെറ്റർ എടുക്കുവോ, അതോ അതിന് മുൻപ് തന്നെ സ്വാമി ആ ഫയൽ കൊണ്ടുവന്ന് രാജുവിൻ്റെ കയ്യിൽ കൊടുക്കുമോ? രാജു ഋതിക എഴുതിയ ലെറ്റർ വായിക്കുമോ? രാജുവിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഋതികയെ മനസ്സിലാക്കി രാജു ഋതികയുടെ അടുത്തോട്ട് ഓടി വരുമോ? കേന്ദ്രമന്ത്രിയും കുടുംബവും മകളും ഒക്കെ വരുമ്പോൾ രാജു എന്തായിരിക്കും അവരോട് പറയുന്നത് എന്നൊക്കെ അറിയാനായി നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.